ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ രാശിക്കാർക്ക് സുവർണകാലം വന്നെത്തിക്കഴിഞ്ഞു. രാഹു രേവതി നക്ഷത്രത്തിലെത്തി. നിങ്ങളെ കൈവിട്ടവർ പോലും ഇനി ഞെട്ടിപ്പോകും. അത്ഭുതകരമായ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. രാഹുവിനെ പൊതുവെ ദോഷഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമായാണ് നാം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ഓരോ മാറ്റങ്ങളും ഓരോ നക്ഷത്രക്കാരെയും വളരെയധികം ബാധിക്കുകയും ചെയ്യും. എന്നാൽ പൊതുവെ രാഹുവിൻ്റെ മാറ്റത്തിന് വിപരീതമായി അനുഗ്രഹ വർഷവും ചൊരിയുന്ന ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഓരോ ഗ്രഹങ്ങളും അതിൻ്റേതായ സമയത്ത് രാശി മാറുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളും ദോഷഫലങ്ങളും സമ്മാനിക്കാറുണ്ട്. ഓരോ ഗ്രഹത്തിൻ്റെയും രാശിമാറ്റം ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുകയും ചെയ്യും. ജ്യോതിഷപ്രകാരം രാഹു രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും പലപ്പോഴും അതിഗംഭീരമായിരിക്കും. ചില നക്ഷത്രക്കാരിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിനുള്ള തുടക്കമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഓരോ നക്ഷത്രക്കാരിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് വഴി വളരെയധികം അനുകൂലമായ പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. മായാവി ഗ്രഹം എന്നാണ് പൊതുവെ രാഹുവിനെ അറിയപ്പെടുന്നത്. മെയ് 6-നാണ് രാഹു അതിൻ്റെ നക്ഷത്രത്തിലേക്ക് എത്തിയത്. ഇത് ഓരോ നക്ഷത്രക്കാരെയും എപ്രകാരം ബാധിക്കുന്നു എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം. മേടരാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ നക്ഷത്രമാറ്റം പലപ്പോഴും അനുകൂലമായ പല മാറ്റങ്ങളും സമ്മാനിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം സ്വന്തമാക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, ആത്മവിശ്വാസത്തോടെ ഓരോ കാര്യവും പൂർത്തീകരിക്കുന്നതിനും അതിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരും. ധനധാന്യ സമൃദ്ധി, വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ, ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഉയർച്ച എന്നിവ ഉണ്ടാകും. തൊഴിലന്വേഷകർക്ക് പുതിയ തൊഴിൽ ലഭിക്കുകയും ചെയ്യും. കുടുംബസുഖം, മനസ്സന്തോഷം, അന്യദേശവാസം എന്നിവയും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. ഇടവ രാശിക്കാർക്ക് 3 നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ രേവതി നക്ഷത്രത്തിലെ മാറ്റം വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ജോലിയിലുണ്ടാവുന്ന അനുകൂലമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വളരെയധികം കൊണ്ടെത്തിക്കും. പലപ്പോഴും സാമ്പത്തികമായി ഉണ്ടാവുന്ന നേട്ടങ്ങൾ തന്നെയായിരിക്കും വളരെ മികച്ച ഫലം നൽകുന്നതും. ബിസിനസ് ആരംഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. ധനലാഭം നിങ്ങൾക്ക് ഓരോ കോണിൽ നിന്നും ലഭിക്കുന്നതാണ്. ആകസ്മികമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് ഇത്. ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഔദ്യോഗിക രംഗത്തും കച്ചവട രംഗത്തും നിങ്ങൾക്ക് വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. കാലങ്ങളായി വിവാഹം നടക്കാതിരുന്ന ആളുകൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ മംഗളകർമ്മം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ഇടവ രാശിക്കാർക്ക് പരീക്ഷ വിജയം, ബന്ധുജന സുഖം, സന്താന സൗഭാഗ്യം എന്നിവ ഉണ്ടാകുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാട അവസാന 3/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. മകരരാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാരിലും രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റം പല വിധത്തിലുള്ള അനുകൂലമായ സൗഭാഗ്യങ്ങളും നൽകുന്നതാണ്. പലപ്പോഴും വരുമാനത്തിൽ വളരെയധികം വർധനവ് ഉണ്ടാവുകയും നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുസരിച്ചുള്ള അനുകൂലമായ ഫലങ്ങളും സമ്മാനിക്കും. ബിസിനസ് ചെയ്യുന്നവരിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സമ്മാനിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. എല്ലാ തരത്തിലും ജീവിതത്തിലെ നേട്ടങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം തന്നെയാണ് രാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്.
നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ലഘൂകരിക്കപ്പെടും. സ്വന്തം ബുദ്ധിയും പ്രതിഭയും ഉപയോഗിച്ച് വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. ഭൂമി ഇടപാടുകളിൽ നിന്നും വളരെയധികം ലാഭം വന്നുചേരുന്നതാണ്. മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾക്ക് ഇടയാക്കും. പുതിയ വീട്, ഭൂമി, വാഹനം എന്നിവ വാങ്ങുന്നതിന് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കുന്നതാണ്. ചെറുകിട വ്യവസായികൾക്ക് നല്ല സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നുചേരും. പണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മികച്ച നിലയിലായതിനാൽ പണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീന രാശിക്കാർക്ക് വരുന്ന 3 നക്ഷത്രക്കാരിലും അവരുടെ അനുകൂല മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. ജീവിതം തന്നെ മാറി മറിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. ജീവിതം തന്നെ വിജയത്തിലെത്തുകയും എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതിന് സാധിക്കുകയും ചെയ്യും. ബിസിനസ്സുകാർ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് വളരെയധികം നല്ലത്. ആരോഗ്യപരമായി നിങ്ങൾക്ക് തലവേദനയും ഉറക്കമില്ലായ്മയും വന്നുചേരും. നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഇണയോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ടതാണ്. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ യോഗമുണ്ടാകും. ഷെയർ മാർക്കറ്റ്, ലോട്ടറി തുടങ്ങിയ ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും വളരെയധികം വർദ്ധിക്കുകയും ജീവിതത്തിൽ സ്വാഭിമാനത്തിനുള്ള അവസരം വന്നു ചേരുകയും ചെയ്യും. ഏറെ കാലത്തിന് ശേഷം അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും വർദ്ധിക്കുന്നതോടൊപ്പം വാഹനങ്ങളും പ്രോപ്പർട്ടികളും വാങ്ങുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഇത്. റിയൽ എസ്റ്റേറ്റ്, ഭൂമി വിൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് മുന്നിൽ വന്നു ചേർന്നിരിക്കുന്നത്. സന്തോഷകരമായ എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സമയമായതിനാൽ രാഹുവിൻ്റെ രേവതി നക്ഷത്രത്തിലേക്കുള്ള മാറ്റത്തെ അനുകൂലമായ ഫലങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സമയമാണ് ഇത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.